നമസ്കാരം. വീട്ടുജോലിക്കാർ ഉൾപ്പെടെ യുഎഇയിലെ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ജനുവരി 1 മുതൽ ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാക്കിയിരുന്നു. അതിനകം ജീവനക്കാർ ആരോഗ്യ ഇൻഷുറൻസ് എടുക്കാത്ത തൊഴിലുടമകൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആരോഗ്യ ഇൻഷുറൻസ് ഇല്ലാത്തവർക്ക് ജനുവരി 1 മുതൽ പുതിയ വിസ എടുക്കാനും നിലവിലുള്ളവ പുതുക്കാനും സാധിക്കില്ല. നിലവിൽ അബുദാബി, ദുബായ്, എമിറേറ്റുകളിലെ വിസക്കാർക്ക് മാത്രമാണ് നിർബന്ധിത ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷയുള്ളത്. ഇതാദ്യമായാണ് ഷാർജ, അജ്മാൻ, ഉമ്മുൽ ഖുവൈൻ, റാസ് അൽ ഖൈമ, ഫുജൈറ എമിറേറ്റുകളിലേക്ക് കൂടി പദ്ധതി വ്യാപിപ്പിക്കുന്നത്. നിർബന്ധിത ഇൻഷുറൻസ് പദ്ധതി വടക്കൻ എമിറേറ്റുകളിലേക്ക് കൂടി വ്യാപിപ്പിക്കുന്നത് പ്രവാസി തൊഴിലാളികൾക്ക് ആശ്വാസകരമാകും. വിവിധ രോഗങ്ങളുള്ളവർ വർദ്ധിച്ച ചെലവ് കാരണം കൃത്യമായ ചികിത്സ തേടാറില്ല. അവധിക്ക് നാട്ടിലേക്ക് പോകുമ്പോഴാണ് പലരും ചികിത്സ തേടുന്നത്. അങ്ങനെ കാത്തിരിക്കുന്നവർക്ക് രോഗാവസ്ഥ പലപ്പോഴും ഗുരുതരമായിട്ടുണ്ട്. നിയമപ്രകാരം തൊഴിലുടമയാണ് ജീവനക്കാർക്ക് ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ഒരുക്കേണ്ടത്. അതിനായി ജീവനക്കാരിൽ നിന്ന് പണം ഈടാക്കാൻ പാടില്ല. ഫാമിലി വിസയുള്ള ജീവനക്കാർ അവരുടെ ആശ്രിതർക്കും ഇൻഷുറൻസ് വിസ ഉറപ്പാക്കണം. ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാക്കുന്നത് തൊഴിലുടമകൾക്ക് അധിക ബാധ്യത വരുത്തുമെങ്കിലും കുറഞ്ഞ നിരക്കിൽ ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാക്കാനുള്ള ശ്രമത്തിലാണ് യുഎഇയിലെ ഇൻഷുറൻസ് കമ്പനികൾ. ദുബായ്, അബുദാബി എമിറേറ്റുകളേക്കാൾ കുറവായിരിക്കും ഷാർജയിലെയും വടക്കൻ എമിറേറ്റുകളിലെയും ഇൻഷുറൻസ് പ്രീമിയം എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം കുറഞ്ഞ പ്രീമിയമുള്ള ഇൻഷുറൻസ് ഉള്ളവർക്ക് നിലവാരം കൂടിയ ആശുപത്രികളിൽ ചികിത്സയ്ക്ക് നിയന്ത്രണമുണ്ടാകും. എന്നാൽ ഓരോ കമ്പനികളുടെയും ആവശ്യപ്രകാരം കൂടുതൽ ആനുകൂല്യങ്ങളുള്ള പാക്കേജ് നൽകുവാനാകുമെന്നാണ് ഇൻഷുറൻസ് കമ്പനികൾ വ്യക്തമാക്കുന്നത്. ജീവനക്കാർക്ക് ആരോഗ്യ ഇൻഷുറൻസ് നൽകിയില്ലെങ്കിൽ ആളൊന്നിന് മാസം 500 ദിർഹം വീതം പിഴ ഈടാക്കുമെന്നും മുന്നറിയിപ്പിലുണ്ട്. അബുദാബിയിൽ ആരോഗ്യ ഇൻഷുറൻസ് നിരക്ക് വർദ്ധിപ്പിച്ചത് പ്രവാസി കുടുംബങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. ജീവനക്കാർക്കും ആശ്രിതർക്കും കമ്പനി ഉടമ ഇൻഷുറൻസ് പരിരക്ഷ നൽകണമെന്നാണ് നിയമമെങ്കിലും നിരക്ക് വർദ്ധിപ്പിച്ചതോടെ ചില കമ്പനികൾ ആശ്രിതരുടെ തുക നൽകുന്നില്ലെന്ന് അറിയിച്ചിരിക്കുകയാണ്. ഒന്നുകിൽ കുടുംബത്തെ നാട്ടിലേക്ക് അയക്കുകയോ അല്ലെങ്കിൽ സ്വന്തം നിലയിൽ ഇൻഷുറൻസ് എടുക്കുകയോ വേണമെന്നാണ് കമ്പനികൾ ജീവനക്കാർക്ക് നൽകിയ നിർദ്ദേശം. ഇതോടെ കുടുംബങ്ങൾക്കായി ഇൻഷുറൻസ് ഇനത്തിൽ പ്രതിവർഷം 20,000-ഓളം ദിർഹം അധികമായി കണ്ടെത്തേണ്ട സ്ഥിതിയാണ്. ഒരാൾ മാത്രം ജോലി ചെയ്യുന്ന കുടുംബത്തിലെ അംഗങ്ങളാണ് ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുക. ഇൻഷുറൻസ് എടുക്കാത്തവർക്ക് വിസ പുതുക്കാനും സാധിക്കില്ല. 40-ന് മുകളിൽ പ്രായമുള്ളവരുടെ പ്രീമിയത്തിനാണ് വൻ വർധന. ബേസിക് പാക്കേജിലാണ് ഇത്രയും വർധന. വൻ തുക നൽകി ഇൻഷുറൻസ് എടുത്താൽ പോലും അത്യാവശ്യത്തിന് ആശുപത്രിയിൽ പോയാൽ ഡോക്ടറെ കാണാനും മരുന്ന് ലഭിക്കാനുമൊക്കെ മണിക്കൂറോളം കാത്തിരിക്കേണ്ടി വരുമെന്നും പ്രവാസികൾ സൂചിപ്പിക്കുന്നുണ്ട്. സാമാന്യം ഭേദപ്പെട്ട ഇൻഷുറൻസ് പാക്കേജിന് ഇരട്ടി തുക നൽകേണ്ടി വരും. 60 കഴിഞ്ഞവരുടെ ഇൻഷുറൻസ് ബേസിക് പാക്കേജിന് നേരത്തെ 90 ദിർഹമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ അതിപ്പോൾ 9,000 ദിർഹമാക്കി കൂട്ടിയിട്ടുണ്ട്. ചില കമ്പനികൾ ഇത് 16,000 ദിർഹത്തിലേറെയാക്കി. 18 വയസ്സിന് മുകളിലുള്ള യുവതികൾക്ക് മെറ്റേണിറ്റി പ്രീമിയം എന്ന പേരിൽ 1000-ലേറെ ദിർഹം കൂടി നൽകേണ്ടി വരും. പ്രസവം നിർത്തിയവരും ഈ തുക നൽകണം. ദുബായിലും ഷാർജയിലും ചെറിയ തുകയ്ക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുമ്പോഴാണ് അബുദാബിയിൽ മാത്രം പ്രീമിയം ഇത്രയധികം കൂട്ടുന്നത്. ഇൻഷുറൻസ് മാത്രമല്ല, നിത്യോപയോഗ സാധനങ്ങളുടെ വിലയും ദിനം പ്രതി വർദ്ധിക്കുകയാണ്. സ്കൂൾ ഫീസ്, ബസ് ഫീസ് തുടങ്ങിയവയും വർദ്ധിച്ചിട്ടുണ്ട്. പിടിച്ചു നിൽക്കാൻ പ്രയാസപ്പെടുന്ന പലരും കുടുംബത്തെ നാട്ടിലേക്ക് അയക്കുന്നതിനെ പറ്റി ചിന്തിക്കുന്നുണ്ട്. പ്രവാസി ജീവിതം കൂടുതൽ പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത്. പ്രവാസികളുടെ അന്നം മുട്ടുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ മാറി മറിയുന്നത്. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.